പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ദൈവവേദലേ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രക്തം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, സൃഷ്ടിരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൗരരഹിതരെ ഒരു വീട്ടിൽ തന്നെ ഭാഗോടമ്പടി നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ കർത്താവ് പൂച്ചക്കാരും മണികെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത രീതിയിൽ അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവ് ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണം. കർത്താവ് എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല രീതികളുണ്ടല്ലോ, പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇന്ന് ഈ നിമിഷം
നിങ്ങളതിന് 14 ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി 14 ദിവസവും 15 ദിവസവും കർത്താവ് നൽകി കൽപ്പിച്ച് നൽകുന്നു. കർത്താവ് ഈ 2 ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങയുടെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുക ഇടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103:2 നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ ജീവിത കാലാവസ്ഥയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മൾക്ക് ഓരോരോ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ അനുഗ്രഹങ്ങൾ മറക്കുമല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത്. എന്താ കാര്യം? ഈശോ പറഞ്ഞില്ലേ, 5 അപ്പം 5000 പേർക്ക് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഉത്കണ്ഠപ്പെടുന്നു? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? പഴയ കാര്യം ഓർക്കാൻ, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ്. പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യണത് എന്താ? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? പഴയ കാര്യങ്ങൾ മറന്നു കളയും. പക്ഷെ അങ്ങനെയല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത്, ദൈവം തന്നെ അനുഗ്രഹം ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈല്. ഇപ്പം നിങ്ങളെ കടമാണ്, രോഗമാണ്, അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ? ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ, സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കടം വരുന്നൊരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടുവരത്തില്ല, തട്ടിക്കളയും. നമ്മൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയായിട്ട് മാറിയത്. അത് അനിയം പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ, അത് ആരുടെയെങ്കിലും ആലോചന ഉണ്ട്. അത് അളിയൻ്റെ അനിയൻ്റെ നാട്ടുകാരുടെയൊക്കെ ആലോചനയല്ലേ. 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമില്ലേ, അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അമ്മ ഈ പ്രത്യക്ഷീണത്തിൻ്റെ ഭാഗമായിട്ട് അത് 2004 തന്നെ 10 കൊല്ലം കഴിഞ്ഞാണ്, 10-12 കൊല്ലം കഴിഞ്ഞാണ് ഇന്ന് കാണുന്ന ഉടമ്പടിയിലേക്ക് വന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു മാസം തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു നമുക്ക്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ 2004 മനക്കോടം ഫൊറോന പള്ളി ഇരിക്കേ, അന്ന് ഫൊറോന വികാരിയാണ്. അപ്പോൾ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത്, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവീസ് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിലോട്ടാണ് പോകണത്. ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേ ഞാൻ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. അന്ന് പള്ളിയിലായിരുന്നു മുഴുവനും. അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കൃപാസനത്തിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ ഉണ്ട്, ആദിവാഴ്ച ശുശ്രൂഷ. അതാണ് മെയിൻ ശുശ്രൂഷ, ആദിവാഴ്ച ശുശ്രൂഷ ഉള്ളു. അതിന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ, പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ആശയൻ്റെ മനസ്സിൽ ഒരു ആശയം പരിശുദ്ധാത്മാവ് നൽകി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 41 ദിവസം ജനങ്ങളുടെ കണ്ണുനീര് സർക്കാർ വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഈ 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മാസമാണ്.
നീ ജനങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ അടുത്ത് വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർ കടമാണ് കടം, കല്യാണം നോക്കണില്ല, കർത്താവെ സഹായിക്കണമെന്ന് ഇങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ഒരു ദിവസം 10-20 പേരുടെ അല്ലെങ്കിൽ 10-5 പേരുടെ ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടും. എന്നിട്ട് ഞാൻ ഇടക്കും തലക്കുമൊക്കെ കർത്താവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെ മുട്ട നിന്നുകൊണ്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കും. അവരൊക്കെ എന്നോട് വന്നിട്ട് വല്ലാതെ വിഷമിച്ച് പോയിരിക്കൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകണം, എല്ലാം നിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൂട്ടും. എൻ്റെ അമ്മേ, ഞങ്ങൾക്ക് എൻ്റെ ഒരു സീനിയർ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിക്കാരൻ അച്ഛൻ ഇപ്പോഴും ചോദിച്ചിരിപ്പുണ്ട്. ഈ കൃപാസനം തന്നെ ഇവിടെ തുടങ്ങാൻ കാരണം അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്. ഞാൻ കടലോരത്ത് സ്ഥലം തിരക്കി നടക്കുന്ന സമയത്ത് ഈ അച്ഛൻ എനിക്ക് ഒരു കത്തെഴുതി, ജോസഫ്, സ്ഥലം നിങ്ങൾ കടലോരത്ത് അന്വേഷിക്കുന്നുണ്ട്, കർത്താവ് അവിടെയല്ല നിങ്ങൾക്ക് സ്ഥലം തരാൻ പോണത്, നാഷണൽ ഹൈവേയിലാണെന്ന്. പിന്നെ ഞാൻ കടലോര സ്ഥലം അന്വേഷിച്ച് നിർത്തി. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സന്യാസി പാപം ഫ്രാൻസിസ് ബ്രദർ എന്നെ വന്ന് കണ്ടിച്ച് പറഞ്ഞ്, എൻ്റെ സ്ഥലം അച്ഛന് തരാം, കുറച്ച് സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം വിലക്ക് കൊടുത്ത്, അപ്പോൾ അതെല്ലാം അപ്പോൾ ഈ അച്ഛൻ അത് 2004 97 അച്ഛൻ 96 അച്ഛൻ എനിക്ക് കത്തെഴുതിയത്. എനിക്ക് സ്ഥലം കിട്ടുന്നത് 97. അപ്പം അച്ഛൻ അപ്പോഴേ ലൈനിലുണ്ട്. പക്ഷേ ഈ അച്ഛൻ അന്ന് കുർബാനയില്ലാൻ വേണ്ടി വന്ന് മലക്കുളം പള്ളിയിൽ. അപ്പോൾ അദ്ദേഹം വേറെ എന്തോ ഒരു മരിപ്പ് കുർബാനക്കാരോ അച്ഛനെ വിളിച്ചിട്ട് വന്നതാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ, അച്ഛൻ ഇത് മനസ്സിലായില്ല. ഇതെല്ലാം ഇങ്ങനെ കുറേ കടലാസ് പേപ്പറെല്ലാം സക്രാരി ഇരിക്കുന്നു. അവിടെ നിന്ന് എടുത്ത് അച്ഛൻ എന്നോട് പറഞ്ഞ്, സക്രാരി അത് വെക്കരുത് കേട്ടോ, സക്രാരി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ പുള്ളി എൽഡർ പ്രീസ്റ്റ് അല്ലേ, തന്നെയല്ലേ നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛനെ അനുസരിച്ചു. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്, ഇപ്പോഴും നമ്മൾ സക്രാരി തന്നെ വെച്ചിരിക്കണത്. മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അടുത്തല്ലേ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന 2004 സംഭവിക്കണത്. അപ്പം തന്നെ ഉടമ്പടി തുടങ്ങിയായിരുന്നു വേറൊരു രീതിയിൽ. അപ്പം അതൊരു സാമ്പിൾ കാണിച്ചതാണ്. സാറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് കർത്താവ് അതൊന്ന് എടുത്ത് മാറ്റിച്ചതാണ്. അപ്പോൾ അവിടെ വെച്ച് അത് തീർന്ന്. പിന്നീട് ഉള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ തെരുവിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നണുണ്ടാവും, ഏതെങ്കിലും ഓരോരോ സഡനായിട്ടല്ല ഇത് തുടങ്ങണത്. ഇതിനൊരു ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യണ കാര്യങ്ങൾ എനിക്ക് വേണ്ടത്. ഇപ്പം നീ ഇന്ന് എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ്റെ രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ആദമ്യമായ ദൈവസ്നേഹത്തോടെയാണ്, ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നടക്കാത്ത കാര്യങ്ങൾക്ക് ആമേൻ പറയുകയും ചെയ്യേണ്ടത്. ഞാൻ 2019 ഡിസംബർ 30 ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അപ്പം പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് നീല മെഴുകുതിരി ഉരുകി തീർന്നപ്പോൾ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും രൂപം ആ മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് രണ്ടാമത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചി 85 വയസ്സുണ്ട്. ആ അമ്മച്ചിക്ക് യൂട്രസ് താഴുന്ന അസുഖമായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് നടക്കാനോ അമ്മച്ചിക്ക് ഒന്നും തന്നിട്ട് പറ്റത്തില്ല, അവരെ നോക്കാൻ മക്കളും ഇല്ല. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലയെ തൊട്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അമ്മച്ചിക്കിപ്പം ഒരസുഖവും ഇല്ലാതെ നടക്കുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റിൽ തല കുത്തി ബൈക്കിൽ നിന്ന് താഴെ വീണതാണ്.
അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ആ തീരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കാൻ പറ്റും, നേരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളായിരുന്നു. അപ്പം അത് ഈ ഉടമ്പടി തൈലവും ഉപ്പും തേച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം നല്ല രീതിയിൽ ആ തല തിരിക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ കാലിൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ കാലിന് കുരുനകം, അത് തള്ളവിരലിൻ്റെ നഖം വളഞ്ഞ് 2 സൈഡിലോട്ട് വളഞ്ഞ് ഭയങ്കര വേദനയായിരുന്നു, നടക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പം ഈ ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. പിന്നീട് എൻ്റെ കാലിന് മുട്ടിന് വേദനയായിരുന്നു, എനിക്ക് മുട്ടുകുത്തി നിൽക്കുവാനോ അല്ലെ നടക്കുവാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പം എത്ര നേരം വേണേലും ഞാൻ രാവിലെ വൈകിട്ടും 1.5 മണിക്കൂർ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും ആ മുട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെല്ലുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നീട് എനിക്ക് പല്ലിന് വേദനയുണ്ടായിരുന്നു, അത് ഉടമ്പടി തൈല ഉപ്പും തേച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. ഇതിനെല്ലാം ഇത്രയും ഉപകാരങ്ങൾ ചെയ്താണ് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിജു സെബാസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് വരുന്നു. സെൻറ്റ് മൈക്കിൾസ് ചർച്ച് കുഞ്ഞിമംഗലം ഇടവക അംഗമാണ്. എൻ്റെ ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. 14/7/2021 ജൂലൈ മാസം ബുധനാഴ്ച ദിവസമാണ് ഞാൻ ഈ ദിവ്യ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോയത്. അന്ന് രാവിലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയിൽ ചൊല്ലിക്കഴിഞ്ഞ് 2 സഹോദരന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ജോസഫ് അച്ഛനെ കാണണമെന്ന്. പക്ഷേ അവർ പറഞ്ഞു കോവിഡ് ആയതിനാൽ അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന്. സാക്ഷ്യം പറഞ്ഞിട്ട് ഏകദേശം 21 ജപമാല ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ ചൊല്ലിക്കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്ന് 86 കുടുംബങ്ങൾക്കുള്ള നേർച്ച സാധനങ്ങൾ ഉപ്പും തേനും വാങ്ങിക്കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒരു ജപമാലയും കൂടി ചൊല്ലട്ടെ എന്ന് മനസ്സിൽ കരുതി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ജോസഫ് അച്ഛനുണ്ട് ജപമാല ചൊല്ലിയിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ മുതൽ എൻട്രൻസ് അങ്ങോട്ട് തിരിഞ്ഞ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ജോസഫ് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മകനെ നീ മുട്ടുമേൽ നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ അതേപടി പാലിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞ ഇപ്രകാരമാണ്: നീ ലോകത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മ മാതാവ് ഈ കൃപാസനത്തിലേക്ക് നിന്നെ അയച്ചത്. നിൻ്റെ തലയിൽ കൈവെക്കുന്ന സമയത്ത് നീ ഡയറക്റ്റായിട്ട് പരിശുദ്ധ അമ്മയോട് നിൻ്റെ നിയോഗങ്ങൾ പറയുക. നീ വഴി പരിശുദ്ധ അമ്മ വഴി നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഞാൻ പ്രാർത്ഥിച്ചതിന് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു ജപമാലയും കൂടി ചൊല്ലിയിട്ടാണ് വളരെ സന്തോഷത്തോടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതിയത്. അത് കഴിഞ്ഞ് നേർച്ച സാധനങ്ങളുമായിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്ന് പിറ്റേന്ന് രാവിലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആരംഭിക്കാൻ തുടങ്ങി. എൻ്റെ കൈവശം തന്ന എന്നെ ഏൽപ്പിച്ച ഉപ്പും തൈലവും വാങ്ങാൻ വേണ്ടി പറഞ്ഞ എല്ലാവർക്കും അത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഉച്ചയോടുകൂടി എൻ്റെ ഫോണിലൊരു കോള് വന്നു. വയറുവേദനയുമായിട്ട് കിടപ്പിലായ ഒരമ്മ, കത്രീന എന്ന് പറയുന്ന 73 വയസ്സുള്ള ഒരമ്മ. ഞാൻ പോകുന്ന സമയം അമ്മ വളരെ തികച്ചും ക്ഷീണതയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ കുമ്പസാരിച്ചിട്ട് കുറേ നാളുകളായി, ഞാൻ വരാം, പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലാം. പക്ഷെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധ കുർബാന, കുമ്പസാരം എന്ന കുദാശയെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതുവഴി ഞാൻ വരും. തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഞാൻ ഇവിടുത്തെ അമ്മയുടെ നേർച്ച ഉപ്പ് ഞാൻ തരുന്നതായിരിക്കും. അന്ന് മുതൽ ഞാൻ കൊടുത്തു. പക്ഷെ അതിന് തൊട്ട് മുമ്പേ 3 ദിവസം മുമ്പേ ഇവർക്ക് ഈ കത്രീന എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് ബയോപ്സി ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോപ്സിയുടെ റിസൾട്ട് ആ സമയം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. കിട്ടിയ സമയത്ത് റിസൾട്ട് ഇപ്രകാരമായിരുന്നു: ഗർഭപാത്രത്തിൽ ക്യാൻസറാണ്. ആകെ ആ കുടുംബം തളർന്നു പോയി. ഈ കുടുംബം തിരിച്ച് ഇവർ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പം പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, തലശ്ശേരി ക്യാൻസർ സെൻ്ററിലേക്ക് പോകണമെന്ന്.
അവിടെ എത്തുമ്പോൾ ഡോക്ടേഴ്സ് ഈ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പോഴും നിഗമനത്തിലെത്തി കഴുത്തിൻ്റെ അതായത് തൊണ്ടയുടെ ഇരുവശത്തുമായിട്ടും ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ അവിടെ നിന്നെടുത്ത ബയോപ്സി അവർ ചെയ്തു. അതിൽ നിന്ന് അവർക്ക് ക്യാൻസറിൻ്റെ യാതൊരുവിധ ലക്ഷണം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഇത് ഈ ഉടമ്പടി ഉപ്പ് നൽകിയതിൻ്റെ ഫലമായും പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ രോഗസൗഖ്യമായും ഞാൻ ഈ അൾത്താരിൽ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് എൻ്റെ അമ്മ കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണുനീർ വരുമായിരുന്നു. ഇത് തുടർച്ചയായി വരുന്നത് കണ്ട് എനിക്കും സങ്കടമായി. അങ്ങനെ ഞാൻ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞു പോയപ്പോൾ അമ്മ എന്നോട് ആ സമയത്താണ് പറഞ്ഞത്, എനിക്ക് എപ്പോഴും ഇങ്ങനൊരു അസുഖമുണ്ട്, നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ നമ്മുടെ അമ്മയുടെ ഉടമ്പടി തൈലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമ്മ വിഷമിക്കുന്നത്, അമ്മ അതൊന്നും എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഉടനടി തന്നെ ആ കണ്ണുനീര് നിന്നു. ഇത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഷേർലി എന്ന് പറയുന്ന ഒരു സഹോദരി, എൻ്റെ ഇടവകയിലല്ല, അടുത്ത ഇടവകയിലാണ്. ആ പുള്ളിക്കാരത്തി കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിമൂവ് ചെയ്ത ആ നിമിഷം മുതൽ തന്നെ ബ്ലീഡിങ് നിലയ്ക്കാതെ പോവുകയാണ്, സ്റ്റിച്ച് പൊട്ടി. ആ സമയത്താണ് ഇവിടുന്ന് സാക്ഷ്യം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നത്. ആ സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ കൈവശം ഉപ്പുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തു വിടണം ഹോസ്പിറ്റലിലേക്ക്. ചേച്ചിക്ക് ഞാൻ കൊടുത്തു വിട്ടു. അവിടുന്ന് ചേച്ചി അന്ന് കൊടുത്തുവിട്ട ആ സമയം തന്നെയാണ് ചേച്ചി അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് കഴിക്കുകയും ചെയ്തു. ആ സമയം തന്നെ ബ്ലീഡിങ്ങിൽ നിന്നു. ഇത് മൂന്നാമത്തെ സാക്ഷ്യം. ഇപ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളിലും ചെന്ന് ജപമാല ചൊല്ലുകയും കൂടുതൽ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. വിശുദ്ധ കുമ്പസാരം വഴിയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന വഴിയും പരിശുദ്ധ അമ്മയിലേക്കും തിരുക്കുമാരനേക്കും അടുപ്പിക്കുക എന്നൊരു ദൗത്യം കൂടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്രമാത്രം അനുഗ്രഹം കേവലം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എന്നിലൂടെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും നൽകിയതിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി കൃപകൾ ഇനിയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ അമ്മയോട് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പയസ് ടിയോ, എറണാകുളം ആലുവ അടുത്ത് കുറ്റിപ്പുഴ പള്ളിയുടെ വകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് ഒരു എളിയ സാക്ഷ്യം പറയുവാനും അതിനെ അനുഗ്രഹിച്ചതിനോർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനൊരു 2019 മെയ് മാസത്തിലാണ് ഞാൻ ഉടമ്പടിയിൽ ആദ്യം എൻ്റെ നിയോഗം ഒരു ഭവനം പണിയുക എന്നുള്ളതാണ്. ഭവനം പണിയാൻ വേണ്ടി ഒരു 10-15 കൊല്ലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭവനം പണിത് ഉദ്ദേശിച്ചേക്കാളും ഏറ്റവും നല്ല ഭംഗികരമായും മനോഹരമായും വലുതായും അത് പൂർത്തീകരിച്ച് ഈ 2021 ജാനുവരി 9-ാം തീയതിയിൽ താമസിക്കാൻ പറ്റി. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി പരിശുദ്ധ അമ്മയും തമ്പുരാനും തന്ന ഒരു അനുഗ്രഹമാണ്. രണ്ടാമത് എൻ്റെ കാൽമുട്ട് വേദന, 4-5 വർഷമായി കാൽമുട്ട് വേദന ഉണ്ടായിട്ട് അത് ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അപ്പോൾ ആ വേദന മാറി. പിന്നെ ഒരു 3 കൊല്ലമായി എൻ്റെ മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം ഉണ്ടായിരുന്നിട്ട് ആ അസുഖം ഈ കഴിഞ്ഞ മെയ് മാസം ആദ്യ ചൊവ്വാഴ്ച അച്ഛൻ യൂട്യൂബിലൂടെ ധ്യാനം കൂടുമ്പോൾ ഞാൻ ആ ധ്യാനം പങ്കെടുക്കുകയും അച്ഛൻ ആ അസുഖമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ ഒരു വേദനയുമില്ല, ഒരു അസ്വസ്ഥതയില്ലാതെ ഭംഗിയായി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് മാറ്റിത്തന്നു. പിന്നെ എൻ്റെ അടുത്ത നിയോഗം വെച്ചിരുന്ന എൻ്റെ മോൾക്ക് BSc നേഴ്സിംഗ് ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല മാർക്കോടെ പാസ്സാകാനായിരുന്നു. അത് പാസ്സായി കിട്ടി. ആ മോൾ ജോലിക്ക് പോയി. പിന്നെ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ റിട്ടയർഡായിട്ടാണെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിലും വേറെ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത സമയങ്ങളിൽ ജോലിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങളുമാണ്. വേറെ എൻ്റെ കുടുംബത്തിൽ ചെറുതും വലുതുമായ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും എല്ലാം നിരവധിയായ അനുഗ്രഹങ്ങൾ തന്നതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞു. പേര് ഹാപ്പി ജോസഫ്. ഞാൻ മരടിനാണ് വരുന്നത്, സെയിൻറ്റ് ജാന പള്ളിയിലാണ് വരുന്നത്.
ഞാൻ 2019 ജൂൺ മാസം 27-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തിരുന്നു. 6 ഉടമ്പടി എടുത്തിരുന്നതിൽ ഏറ്റവും വലിയ ഒരു വിഷയം എൻ്റെ മോന് പഠിക്കത്തില്ലായിരുന്നു. പഠിക്കത്തില്ല എന്ന് വെച്ചാൽ തീരെയും ഗെയിം കളിച്ചും പടം കണ്ടും അങ്ങനെ സമയം കളയും. ബിരുദനായിരുന്നു, പക്ഷെ തീരെയും പഠിക്കില്ല. അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സിൻ്റെയും സ്കൂളും ബുദ്ധിമുട്ട് വന്നു. 10ാം ക്ലാസ്സിന് 67 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 67%. എവിടെ അഡ്മിഷൻ കിട്ടും, എന്ത് സബ്ജക്റ്റ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു വാശി പിടിച്ച് സയൻസ് തന്നെ എടുത്തു. സയൻസ് എടുത്തപ്പോൾ ഞങ്ങൾ വല്ലാതെ പേടിച്ചു. ഈ കുട്ടി എങ്ങനെ സയൻസ് എടുത്ത് പഠിച്ച് പാസ്സാവുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ സയൻസിന് കിട്ടാനായിട്ട് ഗവൺമെൻറ് +2 സ്കൂളിൽ പോയി ഞങ്ങൾ സയൻസ് അഡ്മിഷൻ എടുത്തു. കൊച്ചു പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പോയപ്പം എല്ലാ ദിവസവും ഞാൻ അവൻ്റെ ഷർട്ടിൽ മരിയൻ മെഡലായിരുന്നു ഇട്ട് കൊടുത്തത്, തയ്ച്ച് കൊടുത്തിരുന്നു അകത്ത് കയറാൻ നേരം. ഞാൻ എല്ലാ ദിവസവും പരീക്ഷ എഴുതുമ്പം അവനൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് മൊത്തം സമയം പരീക്ഷ എഴുതുന്ന മൊത്തം സമയം ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിന് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് പാസ്സാക്കി തരണമെന്ന് വെച്ചാൽ എനിക്കറിയാം നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ജയിച്ചു. അവൻ പിന്നെയും കൊണ്ടുവന്ന 67% ആണ് +2 സയൻസിൽ. അന്നേരം എവിടെ അഡ്മിഷൻ കിട്ടും, മാതാവ് തന്നെ കാണിച്ചു തരണേ എനിക്കൊരു വഴിയെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞു അവൻ ആനിമേഷൻ തന്നെ പഠിക്കണം. ഞങ്ങൾക്ക് ഒരു പൈസ പോലും ചിലവാക്കാതെ എൽദോ മാർ ബസേലിയസ് കോതമംഗലം ഒരു പ്രൈവറ്റ് കോളേജാണ്, അവിടെ ആനിമേഷൻ എന്താണെന്ന് കൂടെ എനിക്കറിയില്ല. ഞാൻ പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ കുട്ടിക്ക് എന്താ വേണ്ടെന്നുള്ള തന്നെ മാതാവ് തിരിഞ്ഞ് അവന് കൊടുക്കണം എന്ന് പറഞ്ഞ് അവന് അഡ്മിഷൻ കിട്ടി. ഇപ്പം ഡിഗ്രി 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു കാര്യം. മോൾക്ക് അലർജി ഉണ്ടായിരുന്നു കൊച്ചിലെ തൊട്ട്. ഇന്ന് അവൾ 10ാം ക്ലാസ്, 15 വയസ്സായി. എല്ലാം മഴക്കാലം ആകുമ്പോൾ ഈ പൂപ്പലും തുമ്മലും, പൂപ്പൽ കബോർഡിലൊക്കെ വരുമ്പോൾ അവൾക്ക് ഒത്തിരി തുമ്മലും അവൾക്ക് ചൊറിച്ചിലും പൊട്ടുകയും എല്ലാമായിരുന്നു. അപ്പം ആലറഡ് എന്ന് പറഞ്ഞ ഒരു അലർജി മരുന്ന് എപ്പോഴും കൊടുക്കുമ്പോഴാണ് എല്ലാം കുറയുന്നത്. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമായിട്ട് എണ്ണയും ഉപ്പും ഒക്കെ കൊടുത്തു വന്നപ്പോൾ അവളുടെ ആ ചൊറിച്ചിലും എല്ലാം മാറി. ഒരു മരുന്നും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല.